പരിശുദ്ധനായ ദൈവത്തിൻ്റെ ധന്യനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുയേശുവിൽ വന്ദനങ്ങൾ. പ്രത്യേകിച്ച് ഇതുവരെ നമുക്ക് വേണ്ട ആലോചനകളെ പകർന്നു തന്നുകൊണ്ടിരുന്ന പ്രിയ വർക്കിച്ചായനും മറ്റ് കർത്താവിന്റെ ദാസന്മാർക്കും ഒക്കെ വേഗത്തിൽ അല്പസമയമേ നമ്മുടെ മുമ്പിലുള്ളൂ എങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം. നാം അതില് ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള, ദൈവത്തെ വാഴ്ത്തുന്നതിനുള്ള വിവിധ കാരണങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ തുടർന്ന് നമ്മൾ അടുത്ത ഒരു കാരണത്തെക്കുറിച്ച് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നിന്ന് പഠിക്കുകയായിരുന്നല്ലോ. ഒന്നും കൂടെ നമുക്കതിൻ്റെ 6-ാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 6 പ്ലീസ്. Then I heard what seemed to be the voice of a great multitude, like the roar of many waters and like the sound of many peals of thunder, crying out, Hallelujah! For the Lord our God, the Almighty, reigns. ആറാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള കാരണം നമ്മുടെ കർത്താവിൻ്റെ വാഴ്ചയാണ്. നമ്മുടെ കർത്താവിൻ്റെ വാഴ്ച നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഇപ്പോഴും വാഴുന്നു. ഇതുവരെ സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല. കർത്താവ് ഇപ്പോഴും ഡ്രൈവർ സീറ്റിൽ തന്നെയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒന്നിലധികം പേർ എനിക്ക് അയച്ചു തന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയും വീഡിയോയും ഉണ്ട്. മാർച്ച് 1-ാം തീയതി ക്രിസ്ത്യാനികൾക്കെതിരെ ആയുധമെടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രത്യേക സ്ഥലങ്ങളുടെ പേരുമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം സംഭവിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള ശാന്തത എന്ന് പറയുന്നത് നമ്മുടെ ദൈവം ഇപ്പോഴും വാഴുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അതാണ് ഹല്ലേലൂയ. നമ്മുടെ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് രാജത്വം ഏറ്റെടുത്തിരിക്കുന്നു. മാനുഷിക ഭരണകൂടങ്ങളെയൊക്കെ മാറ്റിയിട്ട് ദൈവാധിപത്യം, തിയോക്രസി, ക്രിസ്റ്റോക്രസി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നാം അവിടെ കാണുകയാണ്. നമ്മൾ ഏറ്റവും ഒടുവിൽ ചിന്തിച്ച് നിർത്തിയത് 7, 8, 9 വാക്യങ്ങളാണ്. അതിൽ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വേഴ്സ് നമ്പർ 7. Let us rejoice and exult and give him the glory, for the marriage of the Lamb has come, and his bride has made herself ready. Here is another reason for shout of praises. ദൈവത്തെ സ്തുതിക്കുന്നതിന്, ഹല്ലേലൂയ ഗീതം പാടുന്നതിനുള്ള അടുത്ത കാരണം കുഞ്ഞാടിൻ്റെ കല്യാണം. കുഞ്ഞാടിൻ്റെ കല്യാണം. The analogy that describes the very personal relationship between God and his people, Christ and his church, is this: no
other human analogy, human parable describes this relationship in a better way. ഈ ദൃഷ്ടാന്തത്തെ അല്ലെങ്കിൽ ഈ സാദൃശ്യത്തെക്കാളുപരി ക്രിസ്തുവും സഭയും തമ്മിലുള്ള, ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുന്ന ഒരു ഉദാഹരണവും നമുക്ക് ലഭിക്കുവാനില്ല. ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള, ക്രിസ്തുവും തൻ്റെ സഭയും തമ്മിലുള്ള അഭേദ്യമായ ആഴമേറിയ ബന്ധത്തെ ചിത്രീകരിക്കുന്ന ഒരു സാദൃശ്യമാണ്, ഒരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മുമ്പും ഒരിക്കൽ ഞാൻ പറയുകയുണ്ടായി, ഭൂമിയിലെ ബന്ധങ്ങളിൽ ഏറ്റവും ആഴത്തിലുള്ള ബന്ധമാണ് ഭാര്യാഭർത്തൃബന്ധം. അതിലെ പ്രധാനപ്പെട്ട കാരണം രണ്ട് കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട, ബന്ധമില്ലാത്ത രണ്ടു പേർ തമ്മിൽ പക്ഷെ ഒരു പ്രത്യേക ദിവസത്തിൽ ഒന്നു ചേരുന്നു. ആ ബന്ധത്തിന്റെ ആഴവും അതിൻ്റെ മധുരിമയും നമുക്കറിയാം. അതുപോലെ വേറെ ഒരു ബന്ധം ഉലകത്തിലില്ല. അപ്പനും മക്കളും തമ്മിൽ, അമ്മയും മക്കളും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ ആ ബന്ധത്തിന് മറ്റൊരു കാരണം ആ അപ്പൻ, ആ അമ്മ, ഇവരിൽ നിന്ന് ജനിച്ചവരാണ് മക്കൾ. എൻ്റെ മക്കൾ എൻ്റെ രക്തമാണ്, എൻ്റെ ജീനാണ്. പക്ഷേ എൻ്റെ ഭാര്യയുമായി എനിക്കൊരു ബന്ധമില്ല. ഞങ്ങൾ രക്തബന്ധുക്കളല്ല, ഞങ്ങൾ ജന്മം കൊണ്ട് ബന്ധുക്കളല്ല. ആയുസിന്റെ ഒരു പ്രത്യേക സുദിനത്തിൽ ഞങ്ങൾ തമ്മിൽ കണ്ടു, പരസ്പരം ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിച്ചു. അന്ന് തുടങ്ങിയ ഒരു ബന്ധമേ ഉള്ളൂ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും തമ്മിൽ. എന്നാൽ എനിക്കും എൻ്റെ മക്കൾക്കും തമ്മിൽ അങ്ങനെയല്ല. എൻ്റെ തന്നെ ഭാഗമാണവർ. അതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളോട് സ്നേഹവും ബന്ധവും അടുപ്പവും ഒക്കെയുണ്ട്. എന്നാലും അവർ ഒരു ദിവസം എന്നിൽ നിന്നകലും. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മൂത്ത മകൻ 4 വർഷത്തോളമായി ഞങ്ങളിൽ നിന്നും അകന്നു കഴിയുന്നു. പഠനത്തിന് വേണ്ടിയാ. നമ്മുടെ മക്കൾ, നാമൊക്കെ തന്നെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് അകന്നു. ഞാൻ തന്നെ ഏതാണ്ട് 16 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അകന്നു. ജോലി തേടി, പഠനത്തിനായി ഒക്കെ നമുക്ക് അങ്ങനെയാ. ചില കുഞ്ഞുങ്ങൾ അതിനും മുമ്പ് തന്നെ. ഇപ്പോൾ മാതാപിതാക്കളിൽ നിന്നും മക്കൾ ജനിച്ചവരാണെങ്കിൽ പോലും ഭാര്യാഭർത്തൃബന്ധം പോലെ ആഴത്തിലുള്ള ബന്ധമല്ല ആ ബന്ധം. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ആഴത്തിലുള്ളതല്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ആഴത്തിലുള്ള ബന്ധമാണ് ഭാര്യാഭർത്തൃബന്ധം. ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ തന്നെ അവർ തമ്മിൽ രക്തബന്ധം ഇല്ലതാനും. അതുകൊണ്ടാണ് ദൈവവും ദൈവമക്കളും
തമ്മിലും ക്രിസ്തുവും സഭയും തമ്മിലുമുള്ള ബന്ധത്തെ ചിത്രീകരിപ്പാൻ ഇതിലും നല്ല ഒരു സാദൃശ്യം ലോകത്തിലില്ല എന്ന് പറഞ്ഞത്. അതല്ലാതെ മണവാളനെന്നും മണവാട്ടിയെന്നും കാന്തനെന്നും കാന്തയെന്നും ഭാര്യയെന്നും ഭർത്താവെന്നും ഒക്കെ ദൈവത്തെയും ദൈവജനത്തെയും ക്രിസ്തുവിനെയും സഭയെയും സംബോധന ചെയ്യുമ്പോൾ അതിനകത്ത് അശ്ലീലതകളോ ലൈംഗികതകളോ ഒന്നും ചിന്തിക്കാനില്ല കേട്ടോ. അങ്ങനെയുള്ള യാതൊന്നുമില്ല. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ആഴത്തെയാണ് അത് കാണിക്കുന്നത്. ആ സ്നേഹത്തിന്റെ ആഴത്തെ. മറ്റൊന്ന് ആ ബന്ധത്തിന്റെ ആഴത്തെ. So the deep, inseparable relationship is what is meant in this analogy of bride and groom between church and Christ. രണ്ട്, it shows the deepest love, a love which doesn't have any barrier. രണ്ട്, ഈ ബന്ധം അല്ലെങ്കിൽ ഈ സാദൃശ്യം ക്രിസ്തുവും സഭയും തമ്മിലുള്ളത് പ്രസ്താവിക്കുവാനുള്ള രണ്ടാമത്തെ കാരണം ഭാര്യാഭർത്തൃബന്ധത്തിലെ സ്നേഹമാണ് ഒന്നും മറച്ചു വയ്ക്കുവാനില്ലാത്ത സ്നേഹം. ഒരു പരിധികളുമില്ലാത്ത സ്നേഹം. മറ്റെല്ലാ ബന്ധങ്ങൾക്കും പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അപ്പനും മക്കളും മകനും തമ്മിലുള്ള ബന്ധത്തിന് അറുതികളുണ്ട്. ഒരു കതകിന്റെയെങ്കിലും, ഒരു കർട്ടന്റെയെങ്കിലും, ഒരു ഭിത്തിയുടെയെങ്കിലും, ഒരു വസ്ത്രത്തിന്റെയെങ്കിലും ഒരു മറവ്. അമ്മയും മകളും തമ്മിലാണെങ്കിലും, ചേട്ടനും അനിയനും തമ്മിൽ, ചേച്ചിയും അനുജത്തിയും തമ്മിലൊക്കെ ഈ ബന്ധങ്ങൾക്കൊക്കെ പരിധികളുണ്ട്. എന്നാൽ അങ്ങനെ പരിധികളൊന്നുമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒറ്റ ബന്ധമേ ഉലകത്തിലുള്ളൂ. അത് ഭാര്യാഭർത്തൃബന്ധമാണ്. യേശുക്രിസ്തുവും സഭയും തമ്മിൽ കാന്തനും കാന്തയും എന്ന ബന്ധം ഇവിടെ പറയുമ്പോൾ അതാണ് ഇവിടുത്തെ അർത്ഥം. കർത്താവും നാമും തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ ആഴത്തെയാണ് കാണിക്കുന്നത്. സ്തോത്രം. അശ്ലീലതകളോ ലൈംഗികതകളോ അതിൽ ഒട്ടുമേ ചിന്തിച്ചേക്കരുത്. ഇതാണ് അതിന്റെ അർത്ഥം. മൂന്നാമത്തെ സംഗതി, the third reason why Bible speaks about a marital analogy for Christ and the church. അതിനുള്ള മൂന്നാമത്തെ കാരണമാണ് a celebrating experience or the utmost joyful status. വേദപുസ്തകവും പറയുന്നത് ഒരുവന്റെ ജീവിതത്തിലെ ഭൗമ ജീവിതത്തിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് അവന്റെ വിവാഹ ദിവസം. ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഒരാളിന്റെ വിവാഹ ദിവസം.
അതുകൊണ്ടാണ് വിവാഹം അത്ര ആഘോഷമാക്കുന്നത്. മാരേജ് ഈസ് ദ അറ്റ്മോസ്റ്റ് സെലിബ്രേഷൻ, the joyous experience in the life of a person. ഒരാളിന്റെ ജീവിതത്തിൽ ആണോ പെണ്ണോ സംസ്കാരത്തിനോ ഭാഷയ്ക്കോ നാടിനോ ഒന്നും ഒരു വ്യത്യാസവുമില്ലാതെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥയാണ് വിവാഹം. അത്രത്തോളം സന്തോഷം വേറെ ഒന്നിനുമില്ല. ആ സാദൃശ്യം ഇവിടെ ഉപയോഗിക്കുവാനുള്ള കാരണം അതാണ്. യേശുക്രിസ്തുവും കർത്താവും തമ്മിൽ, യേശുക്രിസ്തുവും കർത്താവുമായ നമ്മുടെ മണവാളനോട് ദൈവസഭ എന്ന മണവാട്ടി കൂട്ടായ്മയാചരിക്കുമ്പോൾ അവിടെ നമുക്ക് മാത്രമല്ല കർത്താവിനും അനുഭവിപ്പാൻ കഴിയുന്ന സന്തോഷത്തിന്റെ പരിപൂർണത. സ്തോത്രം. The perfect joy both Christ and the church will be experiencing. സഭയ്ക്കും ക്രിസ്തുവിനും മുഴുവൻ സ്വർഗവാസികൾക്കും ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. സ്തോത്രം. നാം ഒരുമിച്ച് കൂടുന്നതാണ്. ആ സന്തോഷത്തിന്റെ അനുഭവത്തെ കാണിക്കുവാൻ ഇവിടെ മണവാളനും മണവാട്ടിയും എന്ന ബന്ധത്തെ പറഞ്ഞിരിക്കുന്നു. 4, the utmost intimacy. ഏറ്റവും കൂടുതലുള്ള അടുപ്പം. ആ അടുപ്പത്തെക്കുറിച്ച് നാം പറയുന്നത്, നാം വായിക്കുന്നത് പൗലോസ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു. അത് നിമിത്തം ഒരു പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. എഫേസ്യർ 5:30 മുതലുള്ള വാക്യങ്ങളിലാണ് പൗലോസ് അക്കാര്യം പറയുന്നത്. എഫേഷ്യൻസ് 5:30 ഫോളോയിങ്. എന്നിട്ട് പൗലോസ് പറയുന്നു, ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. സ്തോത്രം. കണ്ടോ, that intimacy, the utmost intimacy. In family life, there is that intimacy that both the husband and the wife become one body. That much intimacy. So, such an intimacy is expected between Christ and the church. സ്തോത്രം. മനുഷ്യനും ഭാര്യയും ഒരു ദേഹമായി തീരുന്ന തരത്തിലെ ഒരു അടുപ്പം, അത് വിവാഹത്തിന്റെ, കുടുംബജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഒന്നായിത്തീരുന്ന ഒരു ബന്ധം വേറെ ഒരു ബന്ധത്തിലില്ല. അതുകൊണ്ട് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ആഴത്തെ നമ്മോട് പറയുന്നതിനായിട്ട് ഇവിടെ തിരുവെഴുത്തിൽ ഈ ദൃഷ്ടാന്തം, ഈ സാദൃശ്യം ഉപയോഗിക്കുന്നു. സ്തോത്രം. അടുത്തത് 5-ാമത്തെ ഒരു കാര്യം, അത് ഇവിടെ വെച്ച്, ഈ ഭൂമിയിൽ വെച്ചുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അത് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിട്ട് വേണം മനസ്സിലാക്കാൻ. ഫെയ്ത്ത്ഫുൾനെസ്, ചാസ്റ്റിറ്റി.
ഫെയ്ത്ത്ഫുൾനെസ്. ഏറ്റവും വിശ്വസ്തത പുലർത്തേണ്ട ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം. ഏകാഗ്രതയോടെ, നിർമ്മലതയോടെ. അതാണ് പൗലോസ്ലീഹ 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ പറയുന്നത്. 2 Corinthians 11:2 Paul says there, ക്രിസ്തുവിനോടുള്ള ചാസ്റ്റിറ്റിയിൽ ഒരു ഭാര്യ പതിവ്രതസ്ഥയായിരിക്കുന്നത് പോലെ, പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ എന്ന് നമ്മൾ പാടാറുണ്ടല്ലോ. പതിവ്രതസ്ഥ, പതിയോടുള്ള, തൻ്റെ സ്വന്തം ഭർത്താവിനു വേണ്ടി മാത്രം പഥ്യമാചരിക്കുന്ന ഒരു സ്ത്രീ. വിശ്വസ്തയായിരിക്കുന്ന ഒരു സ്ത്രീ. അതുപോലെ ക്രിസ്തുവും വിശ്വസ്തനായിരിക്കുന്നു. ആ ഫെയ്ത്ത്ഫുൾനെസ്, ചാസ്റ്റിറ്റി, വിശ്വസ്തതയും കുടുംബജീവിതത്തിലെ ആ പരിപാവനതയും ഇവിടെ വ്യക്തമാകുന്നു. സ്തോത്രം. പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്തുവിനോട് മാത്രമുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും നാം ജീവിക്കണം എന്ന് തിരുവെഴുത്ത് പറയുന്നു. അപ്പോൾ ഈ ബന്ധങ്ങളാണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഭാര്യാഭർത്തൃബന്ധത്തെ പറ്റി തിരുവെഴുത്ത് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെയുള്ള മറ്റൊന്നും ഈ ബന്ധത്തിൽ ആരും ആരോപിക്കരുത്, ചിന്തിക്കരുത്. ചിലരൊക്കെ അജ്ഞതയുടെ കാലത്ത് എനിക്കും തോന്നിയിട്ടുണ്ട്, യേശുക്രിസ്തു ഇത്രയും പേരെ ഭാര്യയായിട്ട് സ്വീകരിക്കുക, എന്തൊരു കഥയായത് എന്നൊക്കെ. അങ്ങനെയുള്ള സംഗതി ഇല്ല. ആണിനെയും പെണ്ണിനെയും, സഭയ്ക്കകത്തുള്ള വിശ്വാസിയെയും വിശ്വാസിനിയെയും മണവാട്ടിയായിട്ട് സ്വീകരിക്കുക. നമ്മൾ രണ്ടു കൂട്ടരും, ആണും പെണ്ണും ഒരുപോലെ പാടും, ഞാൻ നിനക്കുള്ളവൾ നീ എനിക്കുള്ളവൻ എന്ന്. എന്താ അതിന്റെ അർത്ഥം? വികലമായ ചിന്തകൾ അവിടെ വേണ്ട. ആ ബന്ധത്തിന്റെ അർത്ഥം, അതിൻ്റെ ആഴങ്ങൾ എന്താണെന്നാണ് നാം ഈ 3-4-5 കൂട്ടം കാര്യങ്ങളിൽ നിന്നും പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സ്തോത്രം. അപ്പൊ നമ്മളവിടെ വായിച്ചത്, 7-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, നാം സന്തോഷിച്ച് ഉല്ലസിച്ച്. കണ്ടോ, നമ്മളിപ്പോ പറഞ്ഞ സന്തോഷം, ഉല്ലാസമൊക്കെ അവിടെ വന്നത് കണ്ടോ? ആ സന്തോഷത്തിന്റെ തിമിർപ്പ്. ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിവുള്ളതാണെന്ന് എനിക്കറിയാം. ഈ അടുത്ത കാലത്തൊക്കെ ധാരാളം വേദികളിൽ, അനേകം പുൾപിറ്റ്സിൽ, വേദികളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്ന കാര്യമാണ്. വായിച്ചിട്ടും ഉണ്ടാകാം നിങ്ങൾ. ഈ വിവാഹം അല്ലെങ്കിൽ ഈ വിവാഹബന്ധത്തോട് ചേർത്ത് വെച്ച് പറയുന്നത് യഹൂദ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കാൻ. യേശു അന്ന് ജീവിച്ചിരുന്ന സംസ്കാരവുമായി ബന്ധപ്പെട്ട് അപ്പോസ്തലന്മാർ, ഈ ബൈബിളിലെ പുസ്തകങ്ങൾ എഴുതിയ
അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്ന സാംസ്കാരിക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് വേണം നാം അതിനെ മനസ്സിലാക്കാൻ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജൂയിഷ് മാരേജ്, യഹൂദന്മാരുടെ വിവാഹത്തെക്കുറിച്ച്. യഹൂദന്മാരുടെ വിവാഹത്തിന് പ്രധാനമായും 3 അവസ്ഥകൾ ഉള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 3 സ്റ്റേജസ്, 3 അവസ്ഥകളാണ് യഹൂദ വിവാഹത്തിനുള്ളത്. യഹൂദന്മാരുടെ മാത്രമല്ല, ആ സംസ്കാരത്തിലുള്ള എല്ലാവരുടെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നത് ആണ് ശരി. ഈ നോർത്ത് ഇന്ത്യയിലും ഉത്തരേന്ത്യയിലും ഏകദേശമൊക്കെ യഹൂദ വിവാഹ പാരമ്പര്യം പോലെയൊക്കെ തന്നെയാണ്. അല്പസ്വല്പ വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് ഈ കാലത്തുണ്ടെന്ന് മാത്രം. നേരത്തെയൊക്കെ ആണെങ്കിൽ വളരെയധികം ഇസ്രയേലി വിവാഹങ്ങളെ പോലെയൊക്കെ തന്നെയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ യഹൂദ വിവാഹത്തിന്റെ 3 തലങ്ങൾ അഥവാ ഘട്ടങ്ങൾ. ഒന്നാമത്തേത് നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ടൊന്ന് പറഞ്ഞോളൂ. വിവാഹ നിശ്ചയമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് വിവാഹ കർമ്മമാണ്. മൂന്നാമത്തേത് വിവാഹ വിരുന്നാണ്. ഈ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് യഹൂദ വിവാഹത്തിനുള്ളത്. വിവാഹ നിശ്ചയം, മാരേജ് ബിട്രോത്തൽ, മാരേജ് സെറിമണി ആൻഡ് മാരേജ് ഫീസ്റ്റ്. ഈ 3 കാര്യങ്ങളാണുള്ളത്. വിവാഹ നിശ്ചയം, 2 വിവാഹം, 3 വിവാഹ വിരുന്ന്. സഭയുമായുള്ള ബന്ധത്തിൽ നമുക്ക് ഈ 3 കാര്യങ്ങളും മനസ്സിലാക്കാം. ബിട്രോത്തൽ, വിവാഹ നിശ്ചയം എന്ന് പറയുന്നത്, അതിൽ 2 പ്രധാന ഘടകങ്ങളാണുള്ളത്. ഒന്ന്, പെണ്ണും ചെറുക്കനും തമ്മിൽ കാണുകയും 2 വീട്ടുകാരും തമ്മിൽ സംസാരിക്കുകയും ഒരു എഗ്രിമെന്റിലേക്ക് എത്തുകയും ചെയ്യുക, ഒരു ഉടമ്പടിയിലേക്ക് എത്തുക. കോൺട്രാക്ട് സൈനിങ് വിവാഹ നിശ്ചയത്തിലുണ്ട്. സൈനിങ് ഓഫ് എഗ്രിമെന്റ്, സൈനിങ് ഓഫ് കോൺട്രാക്ട്. രണ്ടാമത്തെ ഘടകമാണ് വിവാഹ നിശ്ചയത്തിലുള്ളത്, പേയിങ് ഓഫ് ഡവറി, സ്ത്രീധനം കൊടുക്കുക. സ്ത്രീധനം ആർക്ക് കൊടുക്കുക? ചെക്കൻ പെണ്ണിന്. നമ്മുടെ സംസ്കാരത്തിലെ പോലെയല്ല. ചെറുക്കൻ അല്ലെങ്കിൽ മണവാളൻ അല്ലെങ്കിൽ മണവാളന്റെ മാതാപിതാക്കൾ മണവാട്ടിക്ക് അല്ലെങ്കിൽ അവളുടെ മാതാപിതാക്കൾക്ക് സ്ത്രീധനം കൊടുക്കുക. നമ്മുടെ സംസ്കാരം പോലെയല്ല. ഞാൻ ഉത്തരേന്ത്യയിൽ പോകാറുള്ള പല ഗ്രാമങ്ങളിലും പ്രത്യേകിച്ച് ആദിവാസികൾ ആയിട്ടുള്ളവരുടെ ഇടയിൽ ഇന്നും ഈ സംസ്കാരമാണ് നിലനിൽക്കുന്നത്. പെൺകൂട്ടർ ചെറുക്കൻ കൂട്ടർക്കല്ല, ചെറുക്കൻ കൂട്ടർ പെൺകൂട്ടർക്കാണ് സ്ത്രീധനം നൽകാറ്. ഈ 2 കാര്യങ്ങളാണ് ബിട്രോത്തലിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എൻഗേജ്മെന്റിൽ പ്രധാനമായിട്ടും ഉള്ളത്. സ്തോത്രം.
ഞാൻ മിക്കപ്പോഴും എൻ്റെ സന്ദേശങ്ങളിൽ പറയുന്നൊരു കാര്യമാണത്. നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. ഞാൻ കല്യാണ വേദികളിൽ ഏതാണ്ട് എല്ലായിടങ്ങളിലും കല്യാണത്തിനോ കല്യാണ ഉറപ്പിനോ അവസരം കിട്ടിയാൽ ഇതെല്ലാം പറയും. ഞാൻ പറയാറുണ്ട്, വിവാഹവേദിയിലോ എൻഗേജ്മെന്റിന്റെ സ്റ്റേജിലോ ഇരിക്കുന്ന ചെറുക്കനെ നോക്കിക്കൊണ്ട്, മണവാള, ഈ പെങ്കൊച്ചിന് വേണ്ടി വല്ലതും ഒരു ജീരകമിഠായി എങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? കാണത്തില്ല. ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ യേശുക്രിസ്തു എന്ന മണവാളൻ എന്നെയും നിങ്ങളെയും സ്വന്തമാക്കുവാൻ, ദൈവസഭയെ തൻ്റെ മണവാട്ടിയായി വിവാഹ നിശ്ചയം ചെയ്യുവാൻ കാൽവറിയിൽ തൻ്റെ ജീവനെ മുഴുവനുമായി സ്ത്രീധനമായി നമുക്ക് വേണ്ടി വെച്ചു തന്നു. സ്തോത്രം. കുറേ എന്ന് പറഞ്ഞാൽ അത്രയൊന്നുമില്ല. എനിക്ക് തോന്നുന്നൊരു ഈ കൊറോണയ്ക്ക് തൊട്ട് മുമ്പോ മറ്റോ ഉള്ള ഒരു സമയത്ത് ഞാൻ വായിച്ച ഒരു കാര്യമുണ്ട്. 2 സാമൂഹിക ജാതി വ്യവസ്ഥകളിൽപ്പെട്ട ഒരു പെൺകുട്ടിയും ചെറുക്കനും തമ്മിൽ പ്രേമബന്ധമായി. പെൺകൂട്ടർ വളരെ ഉയർന്നവരാണ്, സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ. പെണ്ണിന്റെ നിർബന്ധം നിമിത്തം പെണ്ണിന്റെ അപ്പൻ, ശരി, ചെറുക്കനുമായി ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ, എനിക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ വിവാഹം അങ്ങ് നടത്തിത്തരാമെന്നൊക്കെ പറഞ്ഞ് ചെറുക്കനെ വീട്ടിൽ വിളിപ്പിച്ചു. അവന് അവളോട് എത്രയും സ്നേഹമുണ്ടെന്നൊക്കെ അന്വേഷിച്ചു. ഒടുവിൽ തന്ത്രപരമായി പെൺകുട്ടിയുടെ അപ്പൻ പറഞ്ഞു, നിനക്ക് നിന്നെ തന്നെ കൊല്ലത്തക്കതുപോലെ, നിന്റെ ജീവനേക്കാൾ വലുതായിട്ട് എൻ്റെ മകളോട് സ്നേഹമുണ്ടോ? ഉണ്ട്. എന്നാൽ നിനക്കൊരു റിവോൾവർ തന്നാൽ നിന്റെ തലയിൽ, നിന്റെ നെറ്റിക്ക് വെച്ച് നിനക്ക് വെടിവെക്കാൻ പറ്റുമോ? പറ്റുമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ നിന്റെ സ്നേഹം ഒന്ന് വെളിപ്പെടുത്തെന്നും പറഞ്ഞ് റിവോൾവർ കൊടുത്തു. അവൻ തൻ്റെ നെറ്റിക്ക് തന്നെ വെച്ച് വെടിവെച്ചു എന്നൊരു സംഭവം. അവൻ മരിച്ചു. നമുക്ക് കേരളത്തിലും സമാനമായ സംഗതികളൊക്കെ, സ്വയം മരിച്ചതല്ലെങ്കിലും മറ്റുള്ളവർ കൊന്നിട്ടുള്ളതൊക്കെ നമുക്കറിയാം. ആ പെണ്ണിനോടുള്ള, ആ മണവാട്ടിയോടുള്ള അവന്റെ കാന്തയോടുള്ള സ്നേഹം നിമിത്തം ജീവൻ കൊടുക്കാൻ തയ്യാറായി. പക്ഷേ ജീവൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവനില്ലാതെ ആയിപ്പോയല്ലോ. എന്നാൽ നമ്മുടെ മണവാളൻ അങ്ങനെയല്ല. നമ്മുടെ ബിട്രോത്തലിൽ ഈ 2 സംഗതികൾ. ഒന്ന്, നമ്മുടെ മണവാളൻ ക്രൂശിൽ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25 മുതൽക്കുള്ള വാക്യങ്ങളിലാണ് പൗലോസ് അക്കാര്യം പറയുന്നത്. Ephesians 5:25 following. He gave himself up for her. യേശുക്രിസ്തു അവൾക്ക്, സഭയ്ക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി സ്ത്രീധനം തന്നു. ബിട്രോത്തലിന്റെ ആദ്യ ഭാഗം. 2-ാം ഭാഗം, നാം ഒക്കെ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മിൽ ഓരോരുത്തരും, ഓക്കെ, ബ്രൈഡ് പ്രൈസ്. ഗുഡ്, സ്തോത്രം. സ്ത്രീധനം. രണ്ടാമത്തെ ഭാഗം, നാം ഒക്കെ വ്യക്തിപരമായി രക്ഷിക്കപ്പെട്ടപ്പോഴാണ് സംഭവിച്ചത്. We came into an agreement with this groom who gave himself up for you and me.
നമുക്ക് വേണ്ടി തന്നെത്താൻ ഈ മണവാളന് ഏൽപ്പിച്ചു തന്നു. ക്രൂശിലെ അതിക്രൂരമായ മരണം സുമനസ്സാ സഹിച്ചു എന്നൊക്കെയുള്ള വാർത്ത നാം അറിഞ്ഞപ്പോൾ നാം സ്വയം വോളണ്ടിയർലി നമ്മെ തന്നെ ഈ മണവാളനായിട്ട് സമർപ്പിച്ചു. സ്തോത്രം. ആ സമർപ്പണമായിരുന്നു the agreement we made with him. മണവാളനുമായി നമ്മൾ ഏർപ്പെട്ട ഉടമ്പടി ബന്ധം. സ്തോത്രം. ഇനി ഒന്നിനാലും ഞാൻ പിരിയില്ല, എനിക്ക് അങ്ങയെ മാത്രം മതി എന്ന ഒരു ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. This betrothal is actually somewhat similar to marriage. Only difference is in marriage both come together, living together as husband and wife. But in betrothal, that is not happening, everything else. അതുകൊണ്ടാണ് യോസേഫിന്റെയും മറിയയുടെയും കാര്യത്തിൽ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, യോസേഫ് അവർ കൂടി വരുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയായി എന്ന് അറിഞ്ഞപ്പോൾ ഗൂഢമായി ഡിവോഴ്സ് ചെയ്യാൻ, അവളെ ഉപേക്ഷിക്കുവാൻ അവൻ തീരുമാനിച്ചു. അപ്പൊ ബിട്രോത്തൽ, ഈ വിവാഹ നിശ്ചയം ഏതാണ്ട് വിവാഹത്തോളം ആഴമുള്ളതാണ്. ഈ വിവാഹ ബന്ധത്തിൽ നിന്ന്, ഈ ഉറപ്പിന് ശേഷം, നിശ്ചയത്തിന് ശേഷം മാറാൻ പറ്റില്ല. മാറുകയാണെങ്കിൽ അതും വിവാഹമോചനത്തിന് സമമാണ്. വിവാഹത്തിൽ ഇവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുന്നു, വിവാഹ നിശ്ചയത്തിൽ അത് സംഭവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ കർത്താവ്, സ്തോത്രം, ബ്രൈഡ് പ്രൈസ് ആയിട്ട്, മണവാട്ടിക്കുള്ള, സ്ത്രീക്കുള്ള ധനമായിട്ട് തന്നെ താൻ അർപ്പിച്ചതുകൊണ്ട് അത് തിരിച്ചറിയുന്ന നാം നമ്മെ തന്നെ ആ കർത്താവിന് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദിവസമുണ്ട്, സ്തോത്രം, ക്രിസ്തു നമുക്ക് വേണ്ടി മുടക്കിയ മുതലിനെ കുറിച്ചറിഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ കർത്താവിന് സമർപ്പിച്ചത്. പ്രൈസ് ഗാഡ്. അങ്ങനെ പൗലോസ് പറയുന്നു, നമ്മളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 11 നമ്മൾ കണ്ട കാര്യമാണ്. രണ്ടാമത്തേതാണ് വിവാഹം, മാരേജ്. സ്തോത്രം. മാരേജിൽ, ഈ മാരേജും ബിട്രോത്തലും തമ്മിൽ വളരെ ഗ്യാപ്പുണ്ട്, നല്ല സമയ ദൈർഘ്യമുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരുപക്ഷെ നീണ്ട സമയത്തിന് ശേഷമാണ് മണവാളനും മണവാളന്റെ മെയിൽ ഫ്രണ്ട്സ്, തോഴന്മാരുമായിട്ട് മണവാട്ടിയുടെ വീട്ടിലേക്ക് വരിക. ഈ കാര്യം മണവാട്ടിക്കറിയാം. മണവാട്ടി അവളുടെ മെയ്ഡ് സെർവൻസ്, അവളുടെ തോഴിമാരുമായി ഈ മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന, ഒരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് വിവാഹം. അതേപ്പറ്റി നമുക്ക് കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ ചിന്തിക്കാം. സ്തോത്രം. തൻ്റെ രക്തത്തെ എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്ത്രീധനമായി തന്ന് നമ്മോട് വിവാഹ നിശ്ചയം ചെയ്ത്
വേഗം നമ്മെ വീളി കഴിക്കുവാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞ് പോയ വിശ്വസ്തനായ മണവാളൻ താമസം വിന വരും എന്ന പ്രത്യാശയോടെ അവന് വേണ്ടി തന്നെ ഏകാഗ്രതയോടും നിർമ്മലതയോടും നമുക്ക് കാത്തിരിക്കാം. ആയതിനായി ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം.